ലജ്ജ കൂടാതെയുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്നവൻ്റെ സവിശേഷതകളാണ് ഈ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലൂക്കോസ് 11:8 അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുന്നവന് ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. അവന് മറുപടി ലഭിക്കുന്നത് വരെ ആ സ്നേഹിതൻ്റെ കഥയിൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന മറുപടി കാണുന്നതുവരെ ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥന. 1 രാജാക്കന്മാരുടെ പുസ്തകം 18:44 6 പ്രാവശ്യവും ഏലിയാവ് തൻ്റെ ഭൃത്യനെ മറുപടി കാണുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. 6 പ്രാവശ്യവും മറുപടി കാണാതിരിക്കുമ്പോഴും ഭക്തൻ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിയില്ല. 7ാമത്തെ പ്രാവശ്യവും താൻ പ്രാർത്ഥിക്കേണ്ടതിനായി മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് തൻ്റെ തല മുഴങ്കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുന്നു. താൻ ലജ്ജയില്ലാത്തവനായി 7ാമത്തെ പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ആ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തനിക്ക് മറുപടി അങ്ങ് ദൂരവേ വെച്ച് ഭൃത്യൻ കാണത്തക്കവണ്ണം ദൈവം വെളിപ്പെടുത്തുവാൻ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ. 1ഉം 2ഉം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നാം ലജ്ജിച്ച് പിന്മാറി പോകേണ്ടവരല്ല. തീർച്ചയായും പ്രാർത്ഥിക്കുന്നവൻ്റെ 1ാമത്തെ മനോഭാവം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. 2, പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും പിന്മാറുന്നവനുമല്ല. യാക്കോബ് തനിക്കുള്ളതിനെയൊക്കെയും യാബോക്ക് കടൽക്കരയിൽ അക്കരെ കടത്തിയതിനു ശേഷമായി താൻ ഏകനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നു. ആ രാത്രി മുഴുവനും ഒരു പുരുഷനുമായി താൻ മല്ല് പിടിക്കുകയാണ്. ഉൽപ്പത്തി 32:26 വാക്യത്തിൽ എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേലും വിളിക്കപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ പിന്മാറുന്നവനുമല്ല. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം യെരുശലേം ദേവാലയത്തിൻ്റെ മതിൽപ്പണിക്ക് വേണ്ടി കടന്നുവരുന്ന നെഹമ്യാവിനെയും ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് വേണ്ടി ശത്രുക്കൾ അവനെതിരായിട്ട് വരുമ്പോഴും അവൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. നീണ്ട നാൾ ഉപവസിച്ച് ദൈവത്തിൽ നിന്ന് ആത്മീയമായിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്ത നെഹമ്യാവിനെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതിന് വേണ്ടിയും ശത്രുക്കൾ കടന്നു ചെല്ലുകയാണ്. നെഹമ്യാവ് 6:11 വാക്യം അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായ മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകുകയില്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ലജ്ജ കൂടാതെ പിന്മാറാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമാറാകട്ടെ. അങ്ങനെയുള്ളവർക്ക് ദൈവപ്രവൃത്തി നിശ്ചയമായും അവരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തും. അവർക്കായി വാതിലുകൾ തുറക്കും. പ്രതികൂലങ്ങൾ അനവധിയുണ്ട്, എങ്കിലും പ്രാർത്ഥനയിൽ ധീരരായി മുന്നേറാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.